മോളെ ഭക്ഷണം കഴിക്കാൻ വാ. ആ വരാമ്മേ, ഞാനൊന്ന് കുളിക്കട്ടെ. അത് ശരി, ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല? പിന്നെ എന്ത് ചെയ്യാ അവിടെ? ഇല്ലമ്മേ, ഇവിടെ വന്നപ്പോഴേ ഓരോരോ കാഴ്ചകളൊക്കെ ഉണ്ട്, അങ്ങനെ നിന്നുപോയി. എന്ത് രസാ. എന്നാ വേഗം വാ. ആ വരാം, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്? നല്ല ആളാ. ഇനിയിപ്പോ 2 മണിക്കൂറിന് നോക്കണ്ട. എന്തൊരു മണായി എണ്ണയ്ക്ക്. മതി, ഇനി ഒരു 20 മിനിറ്റ് ഈ എണ്ണ ഒന്ന് സെറ്റ് ആകട്ടെ. എന്നൊക്കെ മാറ്റണം. നഖമൊക്കെ ചെയ്തേ, പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്തിട്ട് കുളിക്കാം. സാധനങ്ങൾ എടുക്കട്ടെ. എന്താ? എടി നീ ഇത് എത്ര നേരം കുളിക്കാൻ കയറിയിട്ട്? കുഞ്ഞിവിടെ എഴുന്നേറ്റ്, പെട്ടെന്ന് വാ. 5 മിനിറ്റ്? എടി കുഞ്ഞ് എൻ്റെ കയ്യിൽ കുറെ നേരം നിൽക്കൊന്നുമില്ല, നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. എപ്പോഴും ഇങ്ങനെ തന്നെ. അല്ല നിനക്ക് അറിയുന്നല്ലേ, കുഞ്ഞ് ഉറങ്ങി ഉറപ്പ് വരുത്തി നിനക്ക് കയറി കുളിച്ചോടായിരുന്നോ? കുറച്ചു നേരം ഒന്ന് കുഞ്ഞിനെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. കുളിച്ചൊക്കെ മതി, ഡ്രസ്സ് മാറ്റി ഇറങ്ങ്. കുഞ്ഞെവിടെ? എന്താടി ഇത്, 1 മണിക്കൂർ കുളിക്കാൻ? എത്ര നേരം കുഞ്ഞിന് തട്ടിക്കൊടുത്തെന്നറിയോ? കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് ഉറങ്ങി കിടത്തിയിട്ടുണ്ട്. 1 മണിക്കൂറോ? ഞാൻ കേറി 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. മുടി പോലും കഴുകാണ്ട് ഇറങ്ങി വന്നത്. അത് തട്ടിക്കൊടുത്ത് ഉറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൂടായിരുന്നോ? പിന്നെ മനുഷ്യന് കുളിക്കാൻ പോലും സമ്മതിക്കാണ്ട് എന്നെ വിളിച്ചു കൊണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിന്നെ ആരെ കുളിക്കാൻ സമ്മതിക്കാത്തത്? നിനക്കറിയുന്നല്ലേ കുഞ്ഞ് എഴുന്നേക്കുന്ന ഒരു സമയം. അതിന് മുമ്പ് ഒരു 2-3 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് നിനക്ക് കയറി കുളിച്ചാൽ എന്താ? ഇത് സ്ഥിരം ഇങ്ങനെ തന്നെ ആക്കണോ? കുളിക്കാൻ കയറുന്നു, കുഞ്ഞ് എഴുന്നേക്കുന്നു, ഇറങ്ങി വരും. ഇതാണ് നിന്റെ സ്ഥിരം പരിപാടി. 2-3 മണിക്കൂർ മുമ്പ് എഴുന്നേക്കണല്ലേ എപ്പൊ എണീക്കേണ്ടി വരും? 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റുമോ? കറക്റ്റ് 5:30 കുഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? ഞാനല്ലേ കുഞ്ഞിനെ എടുത്ത് നടന്നത്? ഒരു 10 മിനിറ്റ് ഉറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ എനിക്ക് ചായ ഉണ്ടാക്കി താ, അപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കി താന്ന്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറി പണിയെടുത്തില്ലേ? അപ്പോഴത്തേക്ക് പിന്നെയും കുഞ്ഞ് എണീറ്റു. അതിനുശേഷം ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുത്ത് പാല് കൊടുത്ത് കുറേ നേരം എടുത്ത് നടന്നിട്ടല്ലേ കുട്ടിയൊന്ന് ഉറങ്ങിയത്. ആ ഉറങ്ങിയ ഗ്യാപ്പിലാണ് ഞാനൊന്ന് കയറിയത് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ വന്ന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ നീ കുളിച്ചോണ്ട് നടന്നു. നിന്റെ പറച്ചിലായിട്ട് ആയിരിക്കും നീ മാത്രമേ ലോകത്ത് അമ്മയായിട്ടുള്ളത്. എടി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ നിന്നെക്കാളും നല്ല സ്മാർട്ടായിരിക്കും. എടി എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ രാത്രി 8 മണിക്ക് കുട്ടീനെ ഉറക്കാന്ന് വിചാരിച്ചു, രാവിലെ 6 മണിക്ക് എഴുന്നേൽപ്പിക്കുക. പിന്നെ 6-6:30 ആകുമ്പോൾ ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും കുഞ്ഞിന് കുറച്ചു നേരം ഉറക്കുക. ആ ഉറങ്ങുന്ന സമയത്ത് നീ വീട്ടിലെ പണികൾ ചെയ്യേ. അതിന് പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് വരില്ലേ? അപ്പൊ കുഞ്ഞിന്റെ ഭക്ഷണത്തിന് കാര്യങ്ങളും കുഞ്ഞിന് കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്ക്. പിന്നെയും കുഞ്ഞ് ഉറങ്ങുമല്ലോ, ആ സമയത്ത് നിനക്ക് പിന്നെയും വീട്ടിലത്തെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തോടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ടൈം ടേബിൾ ലൈഫ് കൊണ്ടുവരാൻ പഠിക്കും. കുഞ്ഞിന് വേണ്ടി റൂട്ടീൻ ഉണ്ടാക്കുന്നേ, അപ്പൊ എല്ലാം ശരിയാവും. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. അതുപോലത്തെ 2-3 ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഒരു ദിവസം നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി ദിവസങ്ങൾ ഞാൻ അതുപോലെ ചെയ്തോളാം. വലിയ ആളാണല്ലോ, 8 മണിക്ക് ഉറങ്ങുമെന്ന് പറയുമ്പോൾ ഉറങ്ങാനും 6 മണിക്ക് എഴുന്നേറ്റ് വാന്ന് പറയുമ്പോൾ എഴുന്നേക്കാനും. ചെറിയ കുഞ്ഞാണ്, അതിന് അതിൻ്റെതായ രീതികളുണ്ട്. രാത്രി മുഴുവൻ എന്നെ ഉറക്കുന്നില്ല, അത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. 10 മണിക്ക് ബെഡ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങും. ബാക്കി ഞാന് പാല് കൊടുത്തിരിക്കുന്നതും കുട്ടി കരയുന്നതും കുഞ്ഞിനെ അടുത്ത് ഞാൻ രാത്രി 12 മണിക്ക് നടക്കുന്നതും ഒന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. രാവിലെ കൃത്യം 5 മണിക്ക് എഴുന്നേക്കണം, അല്ലേ തുടങ്ങും എന്റെ ചായ എവിടെ, എന്റെ ഭക്ഷണം എവിടെ എന്ന് പറഞ്ഞിട്ട്. പറയാനൊക്കെ എളുപ്പാ, ഒന്ന് ചെയ്ത് കാണിച്ചതാ, അപ്പ അറിയാം വിവരം. പിന്നെ ഒരു പിഞ്ച് കുഞ്ഞിനെ നോക്കുന്നു, വീട്ടിൽ 2 പാത്രം കഴുകുന്നാണല്ലോ നിനക്ക് ഇത്ര മലമറിക്കുന്ന പണി. എടി ഓഫീസിൽ വന്നിട്ടേ ഒരു ബോസിന്റെ അണ്ടറിൽ സാർ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തു നോക്കും. അപ്പറിയും നിനക്ക് അതിന്റെ കഷ്ടപ്പാട് എന്താന്ന്. ഇപ്പൊ കുഞ്ഞ് ഉറങ്ങല്ലേ, നീ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിച്ച് സമയം കളയാണ്ട് നിനക്ക് ഇന്ന് വീട്ടിലെ ബാക്കി പണികൾ തീർത്തൂടെ കുഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ്? ഉള്ള സമയം മുഴുവൻ ഇങ്ങനെ വെറുതെ നിന്ന് വേസ്റ്റ് ആക്കും, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പറ്റണം. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ട്? ഞാൻ കഴിച്ചല്ലോ. നിങ്ങൾ കഴിച്ചതാ, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ബെസ്റ്റ്. നീ ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്?
നിങ്ങളല്ലേ പറഞ്ഞത് കുഞ്ഞെണീക്കുന്നതിന് മുമ്പ് എല്ലാ പണികളും ചെയ്യുന്ന, അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകി തുണികളെല്ലാം ഞാൻ മെഷീനിൽ ഇട്ടതാ. ഇതൊന്നും ചെയ്തില്ലേ പിന്നെ അതിന് പറയുമല്ലോ കുട്ടികളാണ് വൃത്തിയില്ല എന്നും പറഞ്ഞിട്ട്. ഞാൻ വേഗം കഴിച്ചു വരാം. കുഞ്ഞെണീക്കുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കലുണ്ടാവൂല. ഇതാ ഞാൻ പറഞ്ഞേ, നിനക്ക് ഒന്നും മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാന്ന്. ഇതാ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്, ഇപ്പൊ എഴുന്നേക്കുന്ന തോന്നുന്നു. ചെല്ലങ്ങോട്ട്. എന്നോ 2 മിനിറ്റ് കുഞ്ഞിന്റെ അടുത്ത് പോയി നിൽക്ക്, ഞാൻ വേഗം വരാം ഫുഡ് കഴിച്ചിട്ട്. ആ, ഇനിയിപ്പോ ഞാൻ കുഞ്ഞിന്റെ അടുത്തും കൂടെ ചെന്നിരിക്കാം. രാവിലെ തന്നെ ഞാൻ എത്ര നേരം എടുത്ത് നടന്നിട്ടാന്നറിയാം കുഞ്ഞൊന്ന് ഉറങ്ങിയത്. എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? ഞാനിപ്പോ പുറത്തു പോകാൻ നിൽക്കുക. അല്ലെങ്കിലും നിനക്ക് ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് ഇത്രയും സമയം? ഓരോ പണിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ 2-3 കഷ്ണം എടുത്ത് കഴിച്ചാൽ പോരെ? അത്രല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നിനക്ക് സെപ്പറേറ്റ് ടൈം വേണം. തൽക്കാലം ഇപ്പൊ കഴിക്കാനുള്ളതായിട്ടുണ്ടല്ലോ. ഇതാ കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പോയി എടുത്തോണ്ട് കഴിച്ചാൽ മതി. നമുക്ക് ഇച്ചിരി മാമുണ്ണാട്ടോ. വയറ് നിറയെ മാമ്പ കഴിച്ചാൽ കുറേ നേരം കുഞ്ഞോണം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇറക്കട്ടെ കുഞ്ഞിനെ ഇവിടെ ഒരു ഭാഗത്ത് ഇരുത്തട്ടെ. കൈയടാ. അയ്യോ കഴിഞ്ഞോ? സുന്ദരി കുട്ടി. ഒരു പ്ലേറ്റിൽ ഇട്ടുതരാം കേട്ടോ. കുട്ടി കുറച്ചു നേരം താഴെ ഇറങ്ങോ? താഴെ നിക്കോ? വേണ്ട, ഇല്ല. ദാ കുഞ്ഞു, ഇവിടെ നോക്ക്. ഇച്ചിരി തരട്ടെ കുട്ടി? എന്ത് പറ്റി? ആണോ? നോക്കട്ടെ. അയ്യോ, അത് ആടുന്നുണ്ട്. ഞാനിപ്പോ പറിച്ചു തരാം കേട്ടോ. കുഞ്ഞാവിക്ക് ഭക്ഷണം കൊടുക്കട്ടെ. വേദനിക്കുന്നുണ്ട്. പറിച്ചാലൊന്നും വേദനിക്കൂല കേട്ടോ. അമ്മ പതുക്കെ ഇളക്കി പറിച്ചു തരാം. കുട്ടി നേരത്തെ എണീറ്റ് വന്നല്ലോ. പാവനെ അവിടെ ഇരുത്തട്ടെ കേട്ടോ. അവിടെ ഓട്. അയ്യേ, നിലത്തുള്ളൊന്നും പറക്കരുത്. എണീറ്റ്. ഇതാണ് കുഞ്ഞിന്. വേണ്ട, അത് പറ്റില്ല. കുഞ്ഞിവിടെ നിന്നേ, ഏട്ടന്റെ കാര്യം ഒന്ന് നോക്കട്ടെ. നിക്കണില്ല. വാവ ഇവിടെ നിക്ക്. ഏട്ടൻ നോക്ക് വന്നിരിക്കുന്നത്. ഏട്ടന്റെ പല്ല് വേദനിക്കണോന്ന്. കുഞ്ഞ് ഇവിടെ നിക്ക്. ഇവിടെ ഇരിക്കുക എന്റെ കുഞ്ഞ്. വാ നോക്കട്ടെ. വാവ 2 മിനിറ്റ് അവിടെ കളിച്ചോട്ടെ. നോക്കട്ടെ. വാ പറിച്ചു തരാം. വീഴോ? നോക്കട്ടെ. നന്നായിട്ട് ഇളകിയിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോട്ടോ. വാഷ്ബേസിൽ നടക്കി തരാം. നോക്കട്ടെ. ഒരു കാര്യം ചെയ്. കണ്ടോ? ഇപ്പൊ വരുമോ അത് പറഞ്ഞിട്ട്? പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുവോ? ഇല്ല, പേടിയാ? നോക്കട്ടെ. നന്നായിട്ട് ഇളകാനേ വേദനിക്കുന്നുണ്ട്. തൽക്കാലം അവിടെ വന്നോട്ടെ. കുഞ്ഞൊരു കാര്യം ചെയ്യും, മുഖമൊക്കെ ഒന്ന് കഴുകിട്ടോ. കൈ കൊണ്ട് ബ്രഷ് ചെയ്യോ ഒന്ന്? പേസ്റ്റ് വേണം. പേസ്റ്റ് എടുത്തിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ യുവിക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. യുവിക്ക് ഫുഡ് കൊടുക്കട്ടെ. നോക്കട്ടെ. ഇപ്പൊ പോകും കേട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഇതാ അവളെ ഇറങ്ങി. വാ. എന്താണ്? ഇവിടെ ഇരിക്കോ? ഇല്ല, ഇത് കഴിക്കണം. ഇത് കഴിച്ചാലോ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകും? ഇത്തിരി കഴിക്കണ്ടേ? നോക്ക്, പുറത്തു പോയിട്ട് കഴിക്കാം. നമുക്ക് കാക്കയും പൂച്ചനെ ഒക്കെ കണ്ട് കഴിക്കാം. അമ്മ ഇപ്പൊ വരാട്ടോ.
നീ എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്ന? ഒന്നുമില്ലമ്മേ, കൊറേ ആയില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നിട്ട്. ഞാൻ കോളേജിൽ പോണ സമയത്തെ ഇവിടെ ഇരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ഇരുന്നതാ. എനിക്ക് തോന്നി അതന്നെയാണെന്നുള്ളത്. എന്നാ അത് കഴിക്കേ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാ. അവിടെ നിന്ന് കഴിച്ചതല്ലേ മോളെ? നിന്റെ അവിടുത്തെ കഴിക്കൽ എനിക്ക് അറിയുന്നതാ. ഇതിപ്പോ കഴിക്കേ. എന്നാ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കേ. ഇതാ എത്ര എണ്ണ അമ്മ ഇത്? കഴിക്കേ, എത്രയല്ലേ ഉള്ളതില്ലേ. ഇല്ല, മോളെവിടെ? അച്ഛനെടുത്തിട്ട് പോയിരിക്കുന്നു. അവർക്ക് അതാണ് ഇഷ്ടം. അവിടെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. എത്രയായിരുന്നറിയോ ഇനി 20 വർഷം കഴിച്ചിട്ട്. നീ എന്തായാലും വന്നില്ലേ മോളെ? ഒരാഴ്ച കണ്ടു പോയാ മതി. എനിക്ക് അച്ഛനെ കാണാണ്ട് നിക്കാൻ പറ്റൂല, ഇന്ന് തന്നെ പോണം. ഒരു 2 ദിവസം നിന്നിട്ട് പോയാലോ? അപ്പൊ എനിക്ക് സ്കേറ്റിംഗ് പോണ്ട? ഇവിടുന്ന് പോവാന്നേ. വേണ്ട, ഇന്ന് തന്നെ വീട്ടിൽ പോവാ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പിള്ളേരും നിക്കില്ലമ്മേ അച്ഛനെ കാണാണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് നേട്ടം സമ്മതിച്ചത്. ഇപ്പൊ തന്നെ തിരിച്ചു പോകണമെന്നല്ലേ പറയുന്നത്. വേറെ എന്ത് ചെയ്യാനാ? പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടേ വേഗം സ്കേറ്റിങ്ങും ബാഡ്മിന്റണും അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് വെറുതെ ഇരുന്നാലും ബോറടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. ഞായറാഴ്ച ഉണ്ട് പാട്ടും ഡാൻസും ഒക്കെ. എല്ലാത്തിനും കൊണ്ടുപോകണം. അതിന് ജോലി കഴിഞ്ഞ് വന്നിട്ട് അവരതിനൊക്കെ കൊണ്ടുപോകാൻ സമയമുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് നല്ല ആളാ. ഏട്ടനൊന്നും കൊണ്ടുപോയില്ല അമ്മേ, ഞാൻ തന്നെ കൊണ്ടുപോകണം. ഇനി ജോലിക്ക് പോകുന്നില്ല, ലീവ് ആണെങ്കിലും എന്നോട് കൊണ്ടുപോകാൻ പറയും. അതാണ് അവിടുത്തെ കാര്യം. കഴിക്കാം. അവനൊക്കെ ഞാൻ കൊടുത്തതാ. ഇപ്പൊ നീ കഴിക്കേ. അമ്മ കഴിച്ചു, ഇപ്പൊ എനിക്ക് വേണ്ട. കോള് വന്നു. ഹലോ, ഞാനില്ലാണ്ട് പറ്റുന്നില്ലേ? ഞാനതിന് വന്നിട്ടല്ലേ ഉള്ളൂ. നിക്കില്ല, വൈകുന്നേരം വരാം. വിളി വന്നോടെ. നോക്കട്ടെ. വാ വാ വാ, മാറ്റ് ഫസ്റ്റ്. വാ, ഡ്രസ് മാറ്റ. വാച്ചൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണ്ട ഇടാൻ. നോക്കട്ടെ, പല്ല് നോക്കട്ടെ. പോയില്ലേ? ഞാൻ ബ്രഷ് ചെയ്യുമ്പോ ഞാൻ അത് ഇങ്ങനെ ചെയ്തു, നേരെ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് നേരെ അതിലേക്ക് ഇടിച്ചു. അപ്പൊ ടീത്ത് ഇങ്ങനെ അവിടെ വേദന ഇല്ലല്ലോ? പക്ഷെ ഇല്ല. ഓ, പെട്ടെന്ന് വരൂ കേട്ടോ. റെഡി ആയിക്കാൻ. ഇത്ര നേരമായിട്ട് ഇറങ്ങാനായില്ല. സമയം നോക്കൂ, 9 മണിയായി. ഇനിയിപ്പോ എപ്പോഴാ അവിടെ എത്തുക? ഇന്ന് വൈകി. ഇനിയിപ്പോ എത്ര മണിക്ക് അവിടെ എത്താന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യ്, കിറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തോ. വെള്ളം ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞേ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. 1-2 മണിക്കൂർ ഇരിക്കണ്ടേ? ഇന്ന് നിങ്ങൾ പോവോ? ഞായറാഴ്ചയല്ലേ? ഏയ്, എനിക്ക് പറ്റൊന്നുമില്ല. നീ അങ്ങോട്ട് പോയാ മതി. അന്ന് തന്നെ പോയിട്ട് മ്യൂസിക് ക്ലാസ് 1.5 മണിക്കൂർ, അത് കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റ് 1 മണിക്കൂർ, 2-2.5 മണിക്കൂർ ഞാനവിടെ വെറുതെ മൊബൈൽ നോക്കിയിരിക്കായിരുന്നു. എന്തെന്നാ അത്? അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. നീ പോയിട്ട് വാ. ഇന്ന് ഞായറാഴ്ച അല്ലേ? നിങ്ങളാണേലും ഫ്രീ, എനിക്കാണെങ്കിൽ ഇന്ന് എന്നത്തേക്കാളും കൂടുതൽ പണി. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ബിരിയാണി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വന്നൊന്നും നേരെ കയറണം അടുക്കളയിൽ. അത് മാത്ര ഈ 2.5 മണിക്കൂർ കുഞ്ഞവിടെ എത്ര കഷ്ടപ്പെടാന്നറിയിരിക്കുന്നത്. ആ ചെറുതിനെ കൊണ്ട് എനിക്ക് പറ്റുമോ? ആകെ കൂടെ ഒരു സൺഡേ അല്ലേ നീ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. അതും നിനക്കൊരു 10-25 മിനിറ്റ് മതി. അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട. പിന്നെ കുഞ്ഞിനൊന്ന് കൊണ്ടുവിട്ട് വരുന്നതിനിപ്പോ എന്താ? മോളല്ലേ, അത് അവിടെ ഓടി കളിച്ച് നടന്നോളൂ. അവർക്ക് വേണ്ട എന്റർടൈൻമെന്റ്. പിന്നെ 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതാണ് അങ്ങോട്ട് പോകും. കുഞ്ഞിന്റെ പുറകെ ഒരു 5 മിനിറ്റ് ഓടി നോക്കാം, അപ്പൊ മനസ്സിലാവും. ഓടി കളിക്കുന്ന കുഞ്ഞിന്റെ പുറകെ ഓടുന്ന പാടേ എനിക്കേ അറിയൂ. നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ, ഒന്ന് കുട്ടിനെ കൊണ്ടുപോയിട്ട് 2 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് വന്നാൽ പോലെ. എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ഞാനിവിടെ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് നിന്റെ പ്രശ്നം. ഈ 6 ദിവസം പണിയെടുത്തിട്ടേ കൂടെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ്. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോൾ നിനക്ക് ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് പോകണം. സമയം കളയാണ്ട് നീ പോവാൻ നോക്ക്. വലിയ ഫീസ് കൊടുത്താ പഠിപ്പിക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ ഒരു പണിയില്ല, ഞാൻ വെറുതെ ഇരിക്കാം. റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. കൂലിയില്ലല്ലോ. കൂലില്ലാത്ത ജോലിക്ക് എന്ത് കണക്കാ പറയാ? പോവാൻ നോക്ക്, കുട്ടിയോടെ കാത്തു. കൊണ്ടുപോകാം, വരുന്നു. നീ നല്ല ഉറക്കാണല്ലോ. നിങ്ങൾ എത്തിയോ? 2 മിനിറ്റ് നേരത്തേക്കൊന്ന് കിടന്നതാ.
ഇന്ന് മുഴുവൻ ഓട്ടല്ലേ, സത്യം പറഞ്ഞാൽ മതിയായി. ഇത്ര നേരം പിള്ളേരെ പുറകെ ഓട്ടം. രണ്ടും ഉറങ്ങിയപ്പോഴേ ഒന്ന് വന്ന് കിടന്നതാ. വെറുതല്ല, നിനക്ക് ഇതിന് സമയമില്ല അതിന് സമയമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ നിനക്ക് എവിടുന്ന് സമയം കിട്ടാനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ? ഇപ്പൊ കുറച്ചു നേരം ഞാൻ കിടന്നതാണ് അത്രയും വലിയ പ്രശ്നമായത്? അല്ല, എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് സഹായിച്ചും തരുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ഞാൻ തന്നെ ചെയ്യേണ്ടതല്ല. ഞാൻ എന്തിനു സഹായിക്കണം? നിനക്കാണെങ്കിൽ 24 മണിക്കൂറും റെസ്റ്റ്. ഈ കിടന്നുറങ്ങുന്ന സമയം പോലെ നിനക്ക് വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ. എന്നിട്ട് ബാക്കിയുള്ളവനെ കാണുമ്പോൾ എവിടെയില്ലാത്ത തിരക്ക്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. 24 മണിക്കൂർ ഞാനിങ്ങനെ പണിയെടുത്ത് നടന്നാൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, നല്ല സന്തോഷം. ഒരു 2 സെക്കൻഡ് എവിടെയെങ്കിലും ഇരുന്ന് അപ്പൊ തുടങ്ങും ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്. നീ കിടക്കുകയാണ്, അല്ലെങ്കിൽ കുളിക്കാൻ കയറണേ, നീ 1 മണിക്കൂർ എടുത്ത് കുളിക്കുകയാണ്. എനിക്കിതൊന്നും ചെയ്യണ്ടേ? രാവിലെ 5 മണിക്ക് തുടങ്ങിയതാ പിള്ളേരെ പുറകെ നടക്കൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടിട്ട് കുട്ടീനെ, അതും ചെയ്തില്ലല്ലോ. അവിടെ ബസ് കയറി പോയി 2-2.5 മണിക്കൂർ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി മക്കളെ കഴിപ്പിച്ച് രണ്ടിനെ ഒന്ന് ഉറക്കിയിട്ട് ഒന്ന് സെക്കൻഡ് വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നമായി. ഇതൊക്കെയാണ് അത്ര വലിയ കഷ്ടപ്പാട്? രാവിലെ കുഞ്ഞുങ്ങളുടെ പുറകെ കുറച്ചു നേരം കളിച്ചു നടക്കണം, പിന്നെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ബസ്സിന് അങ്ങോട്ട് ടൗണിലേക്ക് പോയിട്ട് തിരിച്ചു വരണം. ഇതൊക്കെ നിനക്ക് റിലാക്സേഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ? എന്നിട്ടോ നേരെ വീട്ടിൽ വന്നിട്ട് ഫുൾ വയറ് ബിരിയാണി അടിച്ചത് ഇങ്ങനെ കിടന്നുറങ്ങും. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ എന്റെ മേത്തേക്ക് കയറും. എനിക്ക് അതിന് സമയമില്ല, എനിക്ക് ഇതിന് സമയമില്ല. ഇങ്ങനെ കിടന്നുറങ്ങിയത് എനിക്ക് എന്തിനു സമയം ഉണ്ടാവാനാ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, കുളിക്കാൻ കയറുകയാണെങ്കിൽ 5 മിനിറ്റിൽ പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങണമെന്ന്, അല്ലാണ്ട് അവിടെ ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കരുത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിനക്ക് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് 2 സെക്കൻഡ് പരിപാടികളുള്ളൂ, പെട്ടെന്ന് കഴിച്ചൂടെ? പിന്നെതാ ഇവിടെ ഇങ്ങനെ വന്ന് കിടന്നുറങ്ങുക, ഇരിക്കുന്ന സമയങ്ങളൊക്കെ നിനക്ക് ബാക്കി ജോലികൾ ചെയ്തൂടെ? അങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ നോക്ക്, മക്കൾ കിടന്നുറങ്ങല്ലേ, നിനക്ക് എന്നോട് രാത്രികളിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചൂടാ? ഇനിയിപ്പോ അവർ എഴുന്നേൽക്കുമ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, ഞാൻ ഓരോ ദിവസം ഇവിടെ എന്തൊക്കെയാ ചെയ്യണമെന്നുള്ളത് എനിക്കേ അറിയൂ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞ അപ്പം മുതൽ തുടങ്ങിയതാ, അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും മറിച്ചേ ചെയ്യുന്നു പറഞ്ഞിട്ട്. കല്യാണത്തിന് മുമ്പൊക്കെ എത്ര സമാധാനമായിരുന്നു പറയാൻ. എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഓരോന്ന് ചെയ്തോണ്ടിരുന്നു. ഇരിക്കാനും നിൽക്കാനും ഉറങ്ങാനും കുളിക്കാനും എല്ലാത്തിനും സമയത്ത്. ഇപ്പൊ ഒന്ന് 5 മിനിറ്റിൽ കൂടുതൽ നേരം കുളിക്കാനായിട്ട് അപ്പൊ പറയും നീ അരമണിക്കൂറായില്ലേ കയറിയിട്ട് 1 മണിക്കൂറായില്ലേ കയറിയിട്ട് ഒന്ന് ഇരുന്നാ തുടങ്ങും. നിനക്ക് ഈ സമയം എന്തെങ്കിലും പണി പോയി ചെയ്തൂടെ? എന്റെ ഒരു കാര്യം എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ. കുട്ടികളായതുകൊണ്ട് ഞാൻ 24 മണിക്കൂറും കുട്ടികളെ പുറകെയും വീട്ടിലെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ അടിമയായിട്ട് ഇവിടെ കഴിയണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് മനുഷ്യരൊന്ന് ഭക്ഷണം കഴിച്ച കാലം മറന്നു. നിങ്ങൾ സമയത്തിനടുത്ത് കഴിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ പോകണല്ലോ. അതിനു മുമ്പ് ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കണം. ഒരു ദിവസമെങ്കിലും നീ കഴിച്ചോ? ഞാൻ 2 മിനിറ്റ് കുഞ്ഞിനെ നോക്കാം, നീ ഇരുന്ന് കഴിക്കുക. നിങ്ങളുടെ വായന്ന് ഇന്ന് വരെ വന്നിട്ടുണ്ടോ? കുറച്ചു നേരം കിടക്കുമ്പോ ഇത്ര നേരം ഞാൻ പുറത്ത് കുട്ടികളെയും കൊണ്ട് പോയതല്ലേ, ഇവിടെ പണിയെടുത്തല്ലേ, എന്നാ കിടന്നോട്ടെ എന്ന് വിചാരിക്കാണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാ. തെറ്റുപറ്റിയത് എനിക്കാ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞറിഞ്ഞ് ചെയ്തു തരുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ രാവിലെ മുതൽ കുട്ടികളൊക്കെ ഇവിടെ കളിച്ച് നടക്കാണ്, പിന്നെ മോനെയും കൊണ്ട് ഡാൻസിനും പാട്ടിനും ഒക്കെ പോകുന്നത് എന്നെ റിലാക്സ്ഡ് ആക്കുന്ന കാര്യമാണ്. വേറെ പണിയും ചെയ്യണ്ട, മക്കളെ നോക്കുന്ന ഈ കാര്യങ്ങൾ മാത്രം വെറും 2 ദിവസം നിങ്ങളൊന്ന് ചെയ്തതാ. എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾ എന്താ മിണ്ടാ നിൽക്കുന്നേ? ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചതാ. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കും ഇതൊക്കെ ചെയ്താൽ പറ്റും. അതെ, പുതിയ നിയമത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലേ. വീട്ടിലെ ജോലി ചെയ്യണ വേലക്കാരികളല്ല സ്ത്രീകള്. എന്നെ പോലെ ജോലി ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങളുടെയും കൂടി വീടാ. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മാത്രമല്ല നിങ്ങളുടെയും കൂടിയാ. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് വേണം ചെയ്യാൻ. അല്ലാണ്ട് ഭാര്യ മാത്രം നീ ചെയ്യും, നീ ഭക്ഷണം കൊടുക്കും, നീ ഉറക്കും, നീ കുളിപ്പിക്കും, നീ കുട്ടികളെ കാര്യം നോക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ട് നടക്കണ്ട. ഇനി മുതൽ ഇത്ര ദിവസം ഞാൻ എല്ലാം സഹിച്ച് മിണ്ടാതിരുന്ന് നോക്കണ്ട. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. മടുത്തു മനുഷ്യന്. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ഇനിയും എന്നെ കൊണ്ട് ആ പണി ചെയ്യും ഈ പണി ചെയ്യുന്ന പറയാനാണ് ഭാവമെങ്കിലേ ഞാൻ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റും കൊടുക്കും. പിന്നെ അവര് അവിടെ നിന്ന് എഴുതി തരും നിങ്ങൾ എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ളത്. അതിന് ഇടവരുത്തണോ വേണ്ടോ നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കും. ഈ ഒരു ചെറിയ കാര്യത്തിലുണ്ടാണോ ഇങ്ങനൊക്കെ പറയുന്നേ? നിങ്ങൾക്ക് ചെറിയ കാര്യം, പക്ഷെ ഇതെനിക്ക് വലിയ കാര്യം. ജീവിക്കുന്നുണ്ട് എന്നാ ജീവിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ.
നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിക്കോളാം.